അല്ലെങ്കിൽ വേണ്ട, ഇനി അവിടെ ഇവിടെ ഇട്ട് കാണില്ല എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കട്ടെ. നാളെ വീണ്ടും വഴക്കാവും. ഇത് ഞാൻ ഏട്ടന് തരാൻ വേണ്ടി വെച്ചിരുന്ന. എന്താ നിനക്ക് പ്രശ്നം? പിടിക്കേ. ഇത് എവിടുന്ന് മുല്ലപ്പൂവൊക്കെ? നന്നായിട്ടില്ലേ? എന്താ നന്നായിട്ടില്ലേ? എന്താ നിനക്ക് പറ്റിയത്? ഒന്നും പറ്റിയില്ല, ഞാൻ കുറച്ച് വൃത്തിയായിട്ട് നിൽക്കല്ലേ. ഇഷ്ടപ്പെട്ടില്ലേ? എവിടേക്കെങ്കിലും പോയതാണോ? ഏട്ടൻ വരുന്ന നോക്കിയിരിക്കായിരുന്നു. എന്തിന്? ഏട്ടനെ കാണാൻ. എന്നൊരു ചായ എടുക്കും. അതല്ല, ഇടിരുന്നേ. പിന്നെ ഇത് പിടിക്കേ, എന്റെ പ്രണയോപഹാരോ. കളിക്കാൻ നിൽക്കല്ലേ, നീ പോയേ. ഏട്ടാ ഉള്ള ചായ എടുക്ക് ജമന്തി. ചായയൊക്കെ എടുക്കാം. അതിനു മുമ്പ് ഇന്ന് ഓഫീസിൽ എന്തൊക്കെയുണ്ട് വിശേഷം? ഓഫീസിലെന്താ, ഞാൻ ആദ്യമായിട്ട് പോകുന്നല്ലോ. അതല്ല, പിന്നെ ഏട്ടാ ഒരുപാട് പോസ്റ്റ് കയറിയെന്ന്. ഞാൻ ഒരുപാട് പോസ്റ്റിൽ കയറാറില്ല. അല്ലെങ്കിലും ഇതിപ്പോ ആദ്യത്തെ വിഷയമൊന്നുമല്ലോ. കല്യാണം കഴിഞ്ഞിട്ട് 10-12 വർഷമായില്ലേ. പിന്നെ അത് ഇപ്പം അന്വേഷിക്കണം എന്തിന്? എനിക്ക് ഭയങ്കര പ്രേമം. അതൊക്കെ നല്ല തന്നെ. ഏട്ടാ ഇന്നോട്ട് നമുക്ക് ഭയങ്കര പ്രേമമായിരിക്കും. ഇന്ന് മുതൽ നമ്മൾ പ്രണയിക്കണം. നീ ഇത് ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണിത്? എനിക്ക് നിന്നോട് നിനക്ക് എന്നോട് ഇഷ്ടമുണ്ടെന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞൂടെ? അതല്ല, പിന്നെ പ്രേമം. എന്ത് പ്രേമം? ദേ ചങ്കെടുത്ത് കാണിച്ചാലും ചെമ്പരത്തി പൂന്ന് പറയരുത് ഏട്ടാ. നീ പോയിട്ട് ആദ്യം ഒരു ഗ്ലാസ് ചായ എടുക്കുന്നു. എനിക്ക് തീരെ വയ്യാതാണ്. ഏട്ടാ എന്റെ പ്രണയം നിങ്ങൾ എന്തിനാ ഇങ്ങനെ തട്ടിത്തെറിപ്പിച്ച് കളയണേ? പറഞ്ഞ കേൾക്കണേ. നീ ഒരു ഗ്ലാസ് ചായ എടുക്കുന്നു. എന്റെ ഹൃദയോ ആ ചവിട്ടി അരഞ്ഞത്. നിനക്ക് എന്താ പറ്റിയത് എന്ന് പറഞ്ഞ ആദ്യം. എന്നാലും ഞാൻ പിന്മാറില്ല. എനിക്ക് ഭയങ്കര പ്രേമ. നീ പ്രേമിച്ചോ? ഏട്ടനെ എന്നെ പ്രേമിക്കണം. പ്രേമിക്കണതിന് മുമ്പ് എല്ലാം തുറന്നു പറയണം. എനിക്ക് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ചെറുക്കൻ ലവ് ലെറ്റർ തന്നിട്ടുണ്ട്. ഏട്ടനോ? ആരെങ്കിലും കാണുന്ന വഴി കൂടെ പോണവര്. അതിനിപ്പോ എന്താ, ഞാൻ ഏട്ടന്റെ കൂടെ ഇല്ലിരിക്കണേ. എന്താ ഇപ്പൊ ഇങ്ങനെ കിന്നാരൊക്കെ പറഞ്ഞോണ്ടിരിക്കണ നീ? ഏട്ടാ ജീവിത വിജയത്തിന് പ്രണയം അനിവാര്യമാണ്. ഇതുപോലെ ജീവിച്ച പോലെ ജീവിച്ചാൽ മതി. അങ്ങനെ കിട്ടുന്ന വിജയം മതി എനിക്ക്. അതൊന്നും പോരാ, അത് മതി. നമ്മുടെ ജീവിതത്തിലും വേണ്ടേ ജമന്തി? നീ ആദ്യം പോയിട്ടുള്ള ചായ എടുക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും വേണം ഒരുപാട് നിറങ്ങൾ വരണമെങ്കിൽ നമുക്ക് പ്രേമം വേണം. പ്രേമം ഉണ്ടാവണമെങ്കിൽ ഏട്ടൻ ഇങ്ങനെ ദേഷ്യപ്പെടരുത്. മന്ദേ, നിനക്ക് പറയണ മനസ്സിലാവുണ്ട്. ആദ്യം ഒരു ഗ്ലാസ് ചായ എടുക്കുന്നത്. നീ ആദ്യം അത് പറഞ്ഞത് കേൾക്കുവോ? ഒന്നുകൂടി വിളിച്ചേ. മന്ദേന്ന് എനിക്കറിയാം എന്നോട് ഇഷ്ടം തോന്നുമ്പോഴാ അങ്ങനെ വിളിക്കണേന്ന് അല്ലേ? വിളിക്കൊന്നുകൂടി. ജമന്തി കാണി, എന്തൊരു കഷ്ടാണെന്ന്. എന്താ നിനക്ക്? ഒന്ന് കണ്ണടച്ചേ. എന്തിന്? ഒരു സർപ്രൈസ് തരാണ്. കണ്ണടക്കി. അല്ലെങ്കിൽ എന്റെ കണ്ണടഞ്ഞ് കാണാനാണ് എല്ലാവർക്കും താല്പര്യം. കണ്ണടച്ചേ. കണ്ണടക്കി. നാഥ നീ വരും കാലൊച്ച കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നു. നാഥ നീ വരും. കണ്ണം എന്തൊക്കെയോ അവള് കാണിക്കുന്നളിയ. എനിക്ക് കണ്ടിട്ട് ആകെ എന്തോ ഒരുമാതിരി തോന്നുന്നു. രാവിലെ നീ പിന്നെ വഴക്കുറഞ്ഞ കൂടുതൽ തല്ലിയൊന്നുമില്ലല്ലോ. ഞാൻ എങ്ങനെ ഞാൻ ഇവരെ തല്ലുവോ? അപ്പൊ ഇത് വേറൊന്നുമല്ലളിയാ. ഇവിടെമാരൊക്കെ ഇങ്ങനെ തന്നെ. വേണ്ട, നിന്റെ വെങ്ങളരുത്തി ഉണ്ടല്ലോ അവിടെ. ഞാൻ എന്തേലും പറയാൻ വേണ്ടി ഇരിക്കുക, ഉടനെ എല്ലാം കൂടെ കൊണ്ടൊരു പാടി കെട്ടി ഇങ്ങനെ അങ്ങ് ഇരിക്കും. ഇതൊക്കെ സംഭവം നമ്പറല്ലേ അവളുമാരുടെ. പക്ഷെ അങ്ങോട്ട് പറയണത് ഒന്നും അവള് മനസ്സിലാക്കണില്ലാന്ന്. അവള് തിരിച്ചെന്തൊക്കെയോ ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നീ പ്രണയം കുറച്ച് ഉള്ളിൽ കൂടുതൽ കയറിയിട്ടുണ്ടാവും. അതായിരിക്കും സംഭവം. ഞാനത് നോക്കട്ടെ. ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല.
അളിയ ഇങ്ങനെ മേടിച്ചാൽ അളിയ ഇതൊന്ന് അതെ സംഗതി ഇത് കൈവിട്ട് പോയി കേട്ടോ. കൈവിട്ട് പോയെന്ന് പറഞ്ഞു? അല്ല കൈവിട്ട് പോയെന്ന് പറഞ്ഞാൽ ഇതിപ്പം എന്താ പറയുക, ചെറിയ എന്തോ ഒരു കുഴപ്പമുണ്ട്. ഞാനേ ലക്ഷണങ്ങളൊക്കെ കണ്ടിട്ട് എനിക്കും തോന്നി അളിയൻ പറഞ്ഞ പോലെ. എന്ത് ചെയ്യുക? ഇതിപ്പം ആൾക്കാരൊക്കെ അറിഞ്ഞാൽ അതെ ഇരു ചെവി അറിയാതെ നമുക്ക് എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ഒരു നല്ല ഡോക്ടറെ കാണിക്കാം. ഏയ് അളിയ വിഷമിക്കല്ലേ, ഇത് ഇപ്പോൾ വിഷമിക്കാൻ പറ്റിയ സന്ദർഭമൊന്നുമല്ല. ഞാനേ ഹോട്ടലിൽ നല്ലൊരു ഡോക്ടറുണ്ട്, അല്ല ഈ മാനസികമായിട്ടുള്ള ഇങ്ങനെയുള്ള ആൾക്കാർ ചികിത്സിക്കണേ, തോമസ് മാമൻ. ഞാൻ ഡോക്ടറെ വിളിച്ചൊരു അപ്പോയിൻമെൻറ്റ് എടുക്കാം. 5 മണി വരെ ഡോക്ടർ ഉള്ളൂ. നീ ആ ഫാസിലിനെ വിളിച്ചിട്ട് വണ്ടി വിട്ടാൻ പറയും. വിളിക്കണേ, ഞാൻ വിഷമിച്ച് നിൽക്കല്ലേ. ഈ സമയത്ത് നമ്മൾ മനസ്സിനും ഇതിനൊക്കെ ഒരു ധൈര്യം കൊടുക്കണം. വിളിക്ക്. ഹലോ, ആ ഫാസിലേ?